ഫാബ്ടെക് മീഡിയയുടെ മറ്റൊരു സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ക്വാളിറ്റി ഉള്ളൊരു വർക്കും ക്വാളിറ്റി ഇല്ലാത്ത വർക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. വ്യത്യാസം കാണിക്കുന്നില്ല, അത് എന്താ പറയേണ്ടെന്ന് പോലും എനിക്കറിയില്ല. വർക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം ഞാൻ ഈ പോളികാർബണേറ്റിൻ്റെ വർക്കുകളെ പറ്റി കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കുറേയധികം ഞാൻ എന്താ പറയുക, ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റി അതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യണം അല്ലെങ്കിൽ പ്രിഫർ ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും നിരന്തരമായിട്ട് പല ആവർത്തി പല രീതിയിൽ അത് കാണിച്ചു തരുന്നത്. എനിക്ക് ഒരിക്കലും പോളികാർബൺ എന്ന് പറയുന്ന കമ്പനിക്കാരോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് അവരോട് ദേഷ്യമോ അല്ല അവരോട് വിരോധമോ അവരെനിക്ക് വല്ലതും തരാനുണ്ടോ അല്ല, ഞാൻ അവർക്കൊന്നും കൊടുക്കാനുമില്ല, എനിക്ക് ഇങ്ങോട്ടൊന്നും തരാനുമില്ല. പക്ഷേ ഈ 10 വർഷം 15 വർഷം എന്നൊക്കെ ക്വാളിറ്റി കിട്ടും, അല്ലെങ്കിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ആ ക്വാളിറ്റി കിട്ടാതെ വരുമ്പോഴത്തേക്കിന് വല്ലാതെ ബുദ്ധിമുട്ടാവും. കാര്യം നല്ല രീതിയിൽ എമൗണ്ട് ചിലവാക്കിയാണ് ഓരോ വ്യക്തികളും പോളികാർബണേറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിന് വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി വൃത്തിയായി നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒത്തിരി ഡിസൈൻ ഒന്നും ആവശ്യമില്ല. ചിലർ ഒത്തിരി ഡിസൈനൊക്കെ ചെയ്ത് നല്ല വളരെ ഭംഗിയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ പോളികാർബണിൻ്റെ വർക്കുകൾ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെ അത് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും അവർ ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേണും ഡിസൈനും ഒക്കെ അതുപോലെ തന്നെ പോളികാർബണിൻ്റെ വർക്കിനകത്ത് ഞാൻ മറ്റെവിടെയെങ്കിലും ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇല്ലെന്നൊരിക്കലും പറഞ്ഞില്ല, ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം അങ്ങനെ ചെയ്ത് കുറേ നാളുകൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചില ഫോൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന മൈന്യൂട്ടായിട്ടുള്ള ഫോൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യും അതെങ്ങനെ അത് മാറ്റിയെടുക്കാം, അതിന് ഏറ്റവും ബെറ്റർ ക്വാളിറ്റി തന്നെ എങ്ങനെ കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഞാനൊക്കെ ഒരു വർക്ക് ചെയ്യുന്നതിനകത്ത് അതിനകത്ത് റേറ്റിനകത്ത് അങ്ങനെ കോംപ്രമൈസ് ഞാൻ ചെയ്യാത്ത ഒരാളാണ്. പ്രത്യേകിച്ച് പോളികാർബൺ. മറ്റേത് വർക്കിനകത്ത് വേണമെങ്കിലും മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റിയും തിരിച്ചു ആഡ് ചെയ്തൊക്കെ നമുക്ക് വേണമെങ്കിൽ റേറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എന്തെങ്കിലും ചെയ്യാം. എന്താണ് ക്ലൈൻറ്റോട് സംസാരിക്കുമ്പോൾ റേറ്റിനകത്ത് അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഹെവി ബഡ്ജറ്റാണ്, എനിക്കത് കുറച്ച് കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ സജഷൻസ് പറയും. പക്ഷേ പോളികാർബണിൻ്റെ വർക്കിനകത്ത് സജഷൻസിന് സ്ഥാനമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, സജഷൻസിന് സ്ഥാനമില്ല. അതിന് എന്താണ് നോർമലായിട്ട് നമ്മൾ മുടക്കേണ്ട പൈസ നമ്മൾ അതിനകത്ത് മുടക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെ മുടക്കി ചെയ്യാമെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അങ്ങനെയുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങാവുള്ളൂ. നിങ്ങളിപ്പം ഈ കാണുന്നൊരു വർക്ക് കണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണുന്നവർ എത്ര വ്യൂവേഴ്സ് ഉണ്ട് എനിക്കറിയാം, എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് വ്യൂവേഴ്സൊക്കെ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ വർക്ക് ചെയ്തിട്ട് ഇത് ഏകദേശം 144 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. 144 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അതായത് 12 അടി നീളവും 12 അടി വീതിയും അപ്രോക്സിമേറ്റ് ആ ഒരു അളവേ ഉള്ളൂ. പണ്ടത്തെ ആദ്യത്തെ ടൈപ്പ് ആദ്യ കാലങ്ങളിൽ, ഇപ്പോഴാണ് ക്രിസ്റ്റൽ ടൈപ്പ് അല്ലെങ്കിൽ ക്ലിയർ എന്നൊക്കെ പറഞ്ഞ് പല മോഡലിലുള്ള വേരിയേഷൻസിലുള്ള പോളികാർബൺ ഷീറ്റുകൾ അവൈലബിൾ ആക്കാൻ തുടങ്ങി. പക്ഷേ ഫസ്റ്റ് ഇറങ്ങിക്കൊണ്ടിരുന്നത് ഒരു ഹോളോ ടൈപ്പിലുള്ളൊരു ടൈപ്പ് ഓഫ് പോളികാർബൺ ഷീറ്റാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ വർക്ക് ഇപ്പം ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തിട്ട് 6 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. വെറും 6 വർഷം. 6 വർഷം കൊണ്ട് അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടോ? നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കോണം അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന്. ഇപ്പം വന്ന പോളികാർബൺ ഷീറ്റും ഇത് തമ്മിൽ വലിയ വേരിയേഷൻ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ സംഭവിച്ച് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മെയിനായിട്ട് ചെയ്തത് അതിൻ്റെ അകത്തെ ഫോൾട്ട് സംഭവിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഞാൻ ഈ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 2 കാര്യത്തിൽ ഫോൾട്ടുകൾ സംഭവിച്ചു. ഒന്ന്, അത് കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്ത് അത് സൂക്ഷിച്ചില്ല എന്നുള്ളത് ഒരു ഫോൾട്ടാണ്. അതൊന്നും ചിലപ്പം അവർക്ക് അറിയില്ലായിരിക്കും അങ്ങനെ ക്ലീൻ ചെയ്യണമായിരുന്നു എന്നുള്ളത്. അത് ചിലപ്പം വർക്ക് ചെയ്യാൻ വന്നത് പറഞ്ഞു കൊടുത്ത് കാണത്തില്ല. രണ്ടാമത്, കംപ്ലീറ്റ്ലി റോങ് ആയിട്ടാണ് സ്ട്രെച്ചർ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. റോങ് എന്ന് പറഞ്ഞാൽ വർക്ക് കുഴപ്പമില്ല, അത് പില്ലറൊന്നുമില്ല തൂണൊന്നുമില്ല അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റ് അവർക്ക് അതിൽ അടിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. ഒരു കോട്ട് പെയിൻറ്റെങ്കിലും അടിക്കായിരുന്നു. ആ ബീഡിങ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, 6 വർഷമേ ആയിട്ടുള്ളൂ. 35,000 രൂപ കൊടുത്തൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ട് വെറും 6 വർഷം മാത്രമേ ആയുള്ളൂ. 6 വർഷം കൊണ്ട് അതിനെ എന്താ പറയുക, എടുത്ത് തല്ലിപ്പൊളിച്ച് കളയേണ്ട ഒരു പരുവത്തിലേക്ക് വരെ അത് മാറിയിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. അതിൻ്റെ പേരിൽ ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിന് വേണ്ടിയാണ് കേട്ടോ, വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല, പബ്ലിക്കിന് വേണ്ടിയാണ്. നിങ്ങൾ വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വർക്കിൽ കൃത്യമായിട്ട് തന്നെ അവർ ഫോളോ അപ്പ് ചെയ്യുന്ന പെയിൻറ്റിങ് എന്നുള്ളൊരു കാര്യം. ഇപ്പം മാർക്കറ്റിൽ എപ്പോക്സി പോലുള്ള പെയിൻറ്റിങ്ങുകൾ നമുക്ക് കിട്ടും, കുറച്ചുകൂടെ തുരുമ്പ് പിടിക്കാതെ ലാസ്റ്റിങ് കിട്ടുന്ന പെയിൻറ്റിങ്ങിൻ്റെ സെഗ്മെൻറ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് പ്രത്യേകം പറഞ്ഞ് അത് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം. കുറഞ്ഞത് 2 കോട്ട് പെയിൻറ്റിങ്ങിൽ നിങ്ങൾ അടുപ്പിക്കാമെങ്കിൽ പ്രൈമറും പെയിൻറ്റും ആയിട്ട് 2 കോട്ടെങ്കിലും മാക്സിമം നിങ്ങൾ അടുപ്പിക്കുക.
അതിനകത്ത് റേറ്റിനകത്ത് തീർച്ചയായിട്ടും വേരിയേഷൻസ് ഉണ്ടാകും. എന്നാലും നിങ്ങൾ കാര്യമാക്കരുത്. അത്രയും പൈസ മുടക്കി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 10,000 2,500 രൂപ 3,000 രൂപയും കൂടെ അഡീഷണൽ കൊടുത്ത് നിങ്ങൾക്ക് ഒരു റീപെയിൻറ്റിങ് കൂടെ ചെയ്യിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ട് നിങ്ങൾ വിചാരിക്കരുത്. കാര്യം ഈ ചെയ്തിട്ട് പോകുന്ന ഞങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാര് ചെയ്താലും അവർക്കൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. അവർക്കാർക്കും ഇതിനെപ്പറ്റി ബുദ്ധിമുട്ടില്ല. അവർ ചെയ്തു, അവർ പോയി. പെയിൻ്റ് അടിച്ചാലും ഇല്ലെങ്കിലും അവർ ചെയ്യേണ്ട വർക്ക് അവർ ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ചെയ്യും. ചെയ്തിട്ട് അവരവരുടെ പാട് നോക്കി പൈസയും മേടിച്ചിട്ട് പോകും. ഞാനായാലും അങ്ങനെ തന്നെ. പക്ഷേ നിങ്ങൾ എത്രത്തോളം പ്രയോറിറ്റി ഓരോ വർക്കുകൾക്ക് കൊടുക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ലാസ്റ്റിങ്. ഓരോ ആൾക്കാർ എന്നെ വിളിക്കും ചോദിക്കും, ചേട്ടാ ഇത് 10 വർഷം കിട്ടുമോ 15 വർഷം കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ അവരോട് പച്ച മലയാളത്തിൽ പറയാറുണ്ട്, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമ്മൾ എത്രത്തോളം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്ത് ഈ വർക്കുകൾ ചെയ്യുന്നോ അത്രത്തോളം മാത്രമേ അതിനുള്ള ലാസ്റ്റിങ്ങും കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ മുകൾഭാഗമൊക്കെ കണ്ടോ, പായൽ പിടിച്ച് നശിച്ച് ഒരു പായ എന്തുവാ ഇത്, പോളികാർബണിൻ്റെ ഷീറ്റാണോ അതോ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു പരുവത്തിലാണ് കിടക്കുന്നത്. അത് ഇനിയിപ്പോൾ അതിൽ തൊടാൻ പറ്റത്തില്ല. ഇനിയിപ്പം 6 വർഷത്തിന് ശേഷം ഇനി അതിൽ കയറാനോ അല്ലെങ്കിൽ അതിൽ വാഷ് ചെയ്യാനോ ഒക്കെ ആയിട്ടൊന്നും പറ്റത്തില്ല. കാര്യം പൊട്ടി അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഏതെങ്കിലും കാലഘട്ടത്തിൽ അവരെന്തെങ്കിലും അത് ഡിസ്മാൻഡിൽ ചെയ്യുക, എന്നിട്ട് പുതിയ രീതി നല്ല രീതിയിൽ അത് പണിയാന്നൊക്കെ ഉള്ളൂ. ഇപ്പോൾ അവർക്കതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പക്ഷേ ഞാൻ ഇപ്പം ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന സൈഡിന് തൊട്ടപ്പുറത്തുള്ളൊരു വീടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിച്ചത്, ഞാനൊരു വീഡിയോ ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എടുത്തു, ഒരു കുഴപ്പമില്ല. 6 വർഷമേ ഉള്ളൂ. അതിൻ്റെ അവസ്ഥ ഇതിപ്പോൾ കണ്ടോ, നമ്മളിനിപ്പോൾ അത് വലിയ കാര്യമാക്കുന്നില്ല, പോട്ടെ പോയി ഇനി എന്താ ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞു. അപ്പം അവരത് പെയിൻറ്റിങ് പോലും ചെയ്യാതൊക്കെയാണ് പോയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, സാർ അത് പറയണമായിരുന്നു, സാറൊന്ന് നോക്കാൻ മേലായിരുന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് നോക്കാൻ പറ്റിയില്ല. അവർ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് അവർ പോയി. നമ്മൾ അത്രയും വിചാരിച്ചില്ല. ജിയുടെ ആണ് അല്ലെങ്കിൽ GP-യുടെ ട്യൂബാണ്, തുരുമ്പൊന്നും അടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ പറയുന്നല്ലോ, ഈ പൈസ മുടക്കി ചെയ്യുന്ന ക്ലയൻറ്റുകൾ, അവർക്ക് നമ്മൾ ഈ ഫീൽഡോട് യാതൊരു ബന്ധമില്ല. എന്താണ് ശരിയെന്ന് എന്താ തെറ്റെന്ന് അവർക്ക് അറിയത്തില്ല. നമ്മൾ പറയുന്ന കാര്യം അവർ വിശ്വസിക്കുന്നു, അവർ ചെയ്യുന്നു. ഒരിക്കലും വർക്ക് ചെയ്യുന്നവർ ഒരിക്കലും ചതിക്കരുത്, ക്ലയൻറ്റിനെ ചതിക്കരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപയുടെ എക്സ്ട്രാ പോയെന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ വീഡിയോയ്ക്കകത്ത് കണ്ടോ, നിങ്ങൾക്ക് ഒരു 500 രൂപ കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ അത് ചോദിച്ചു മേടിച്ചോളൂ. എന്നിട്ട് അത് വൃത്തിയായിട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അത് പോവുക. പക്ഷെ നാളെ നിങ്ങളെ വിളിക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവം ആ ഒരു വർക്ക് കണ്ടിട്ട് ദൈവം നമ്പരാൻ നിങ്ങൾക്ക് വേറെ നല്ല വർക്കുകളൊക്കെ തരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ തരും. അതുകൊണ്ട് അതങ്ങനെ എക്സ്പെക്ട് ചെയ്ത് മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക. ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റ് ആവർത്തിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഇനി സംശയം ചോദിക്കുന്നവർ പോളികാർബൺ ഷീറ്റിന് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് ചേട്ടാ സംഭവിക്കുന്നത്, എന്താ അതിൻ്റെ കണ്ടീഷൻ എന്താണ്, ലാസ്റ്റിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ ഇതും കണ്ടു വെച്ചോണം. ഇതൊക്കെയായിരിക്കും പോളികാർബൺ ഷീറ്റിനുകൊണ്ട് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങൾ. എന്ന് പറയും, പോളികാർബൺ എന്ന് പറഞ്ഞ ഷീറ്റ് ആ ഒരു പ്രൊഡക്റ്റ് മോശമാണെന്നല്ല, നല്ല പ്രൊഡക്റ്റാണ്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയും കൃത്യമായിട്ട് അത് മെയിൻ്റെനൻസും ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ലാസ്റ്റിങ് കിട്ടും. നമ്മളൊരു വാഹനം എടുത്തിട്ട് നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുക്കും. വാഹനം നമ്മൾ 10 ലക്ഷമോ 20 ലക്ഷമോ 25 50 1 കോടിയോ കൊടുത്ത് വാഹനം എടുത്താലും അത് കൃത്യമായിട്ടുള്ള കിലോമീറ്ററുകൾ കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് സർവീസിന് കൊണ്ടുചെല്ലണം എന്നുള്ളത് നിയമമാണ്. ഇല്ലെങ്കിൽ എത്ര വില കൊടുത്ത് ചെയ്താണെങ്കിലും എത്ര പൈസ മുടക്കിയതാണെങ്കിലും അത് ലാസ്റ്റിങ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ പണം മുടക്കുന്ന എല്ലാ കാര്യത്തിനും അത് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ കാര്യം നിർബന്ധമാണ്. ലൈഫ് ലോങ് അത് കിട്ടും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ല വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും വേറെ ടൈപ്പ് വർക്കിൻ്റെ വീഡിയോസ് വല്ലതും വന്നാൽ ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. കുറ്റം പറയുന്ന ആരും വിചാരിക്കരുത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുവാണെങ്കിൽ നിങ്ങൾ അത് ഏറ്റെടുത്ത് പോകണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനൊരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ആലോചിച്ച് പ്രവർത്തിച്ചോണം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പോവുകയാണ്. ഇനി വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം.